ഹലോ ഫ്രണ്ട്സ്, നമ്മളെ അമ്മമ്മ വിറക് പൊറുക്കുന്നുണ്ട്. അമ്മമ്മ കൊറേ വിറകെല്ലാം പൊറുക്കിയാ? കുറച്ച് വിറക് പെറുക്കിന് മോനെ, രാവിലെയും കുറച്ച് പെറുക്കിയില്ലേ? ഇപ്പൊ ഇത്ര മതിയല്ലേ? കുറച്ചും കൂടി ഉണ്ട്, അത് പിന്നെ വേണമെങ്കിൽ പെറുക്കാൻ. അമ്മമ്മ കുറച്ചമ്മമ്മ താഴെ പൊറുക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ അത്ര കുറച്ചല്ലേ പോവാനല്ലോ, അതുകൊണ്ട് ഇടക്കിടക്ക് വന്ന് പൊറുക്കാലോ. വെയിലും ആയില്ല മോനെ. അതെ, വെയിലായി, അധികം കഴിയൂല. അതെ, കുറച്ചെടുത്താ മതി. നമുക്ക് അമ്മമ്മ വയ്യ ആദ്യം വരുമല്ലോ, പാടം എടുക്കണ്ടല്ലോ. ഇതന്നെ അമ്മമ്മേരെ വിറക് പൊറുക്കുന്ന സ്ഥലം. പിന്നെ നമ്മളെ അമ്മമ്മേന്റെ അച്ഛനെ വെച്ച സ്ഥലമാണ് ഇത് മോനെ. ഇതാ ഈ കാണുന്ന രാജസുഗന്ധം നട്ടത്. ഇത് ഞാൻ നട്ടതാണ്. കുറച്ച് ചെടിയെല്ലാം തുളസിയെല്ലാം ഉണ്ടായിന്, അതെല്ലാം പോയി. പിന്നെ ഏച്ചിയും കൂടെ നട്ടിന്. അതെല്ലേ? ഇപ്പം വേറെ ആളെ കൈവശായില്ലേ ഭൂമി. അതെ, അമ്മമ്മേരെ അല്ലല്ലോ, എന്റേതല്ല. ഇതെല്ലാം വിറ്റിട്ട് ആരെല്ലോ എടുത്ത സ്ഥലമാണ്, നമ്മളതൊന്നും അല്ല. ഒന്നും ഇല്ലല്ലോ നമുക്ക്. ആ പൊട്ടിപ്പൊളിഞ്ഞ വീടെല്ലാം ഇല്ലു. അതെ, അതാണെങ്കിൽ അമ്മമ്മേരെ പേരിലും അല്ല. അതിപ്പോ ഞാനും മക്കള് നിക്കുമ്പോൾ ഒരു വാടകക്ക് നിക്കുന്നത്. വാടകക്ക് നിക്കുന്നതന്നെ. അമ്മമ്മേരെ പേരിലാങ്ങ് ഒരു സെന്റ് സ്ഥലം പോലും ഇല്ല, ഒന്നുമില്ല. എല്ലാരും പറഞ്ഞ് മിച്ച ഭൂമിക്ക് കൊടുക്കുന്നു, സ്വന്തം പേരില് ഭൂമിയില്ലാന്ന് പറഞ്ഞിട്ട് ഭൂമിക്ക് കൊടുക്കുന്നു. എന്നാലും ഇത്ര വയസ്സ് വരെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഞാൻ ഈടം വരെ എത്തി മോനെ. ഇനി അങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ള ചിന്ത ഒന്നും ഇല്ലാണ്ട്. ആ പെൻഷൻ പൈസ കിട്ടുന്നത് കൊണ്ട് പീടിയെന്ന് കടവും കിട്ടും അമ്മമ്മക്ക്. പെൻഷൻ വാങ്ങിയിട്ട് പിന്നെ തരാന്ന് പറഞ്ഞിട്ട് അമ്മമ്മക്ക് ആകെ കിട്ടുന്നത് ഇപ്പൊ പെൻഷൻ പൈസയാണ്. 1600 കിട്ടിക്കൊണ്ടിരുന്നത് 1300 പട്ടണി ആയിന്. കഴിഞ്ഞ കൊല്ലം 1300. 1600 കിട്ടുന്നില്ല. നമ്മളെ നായ്ക്കുട്ടി അങ്ങ് ബാക്കുന്നത് ഓടി വരുന്നുണ്ട് ഇങ്ങോട്ട്. അതാ, നമ്മൾ എവിടെ പോയാലും കൂടെ നായ്ക്കുട്ടി ഉണ്ടാവും. കൊട്ടക്കാനത്തും വന്നിട്ട് നേരത്തെ എവിടെ പോയാലും നായ്ക്കുട്ടി കൂടി ഉണ്ടാവും. ഒരു ബലവാന്ന്. അതന്നെ എന്നാ വേണ്ടത് പോലെ. അമ്മമ്മേൻ്റെതും അങ്ങനെ, അമ്മേൻ്റെത്. അമ്മ അങ്ങനെ കൊറേ സ്വത്ത് ഇഷ്ടം പോലെ അമ്മക്ക് ഉണ്ടായിനി. അമ്മ പിന്നെ മക്കൾക്കെല്ലാം കൊടുത്തില്ലേ. 4 മക്കളുണ്ടെങ്കിൽ 4 മക്കൾക്കും സ്വത്ത് കൊടുത്തിന്. പിന്നെ ഇപ്പം ഒന്നുമില്ലാത്ത അവസ്ഥ അമ്മമ്മക്കെല്ലാം ഇല്ലു. അമ്മമ്മക്ക് എഴുതി തന്നിട്ടില്ല. അമ്മമ്മേനെ 10-16 കൊല്ലം ഞാൻ നോക്കി, കഷ്ടം പേടി. കിടപ്പിലായിട്ട് കാലിന് കമ്പി ഇട്ടിട്ട് എങ്ങോട്ടും പോകാൻ കഴിയാത്ത അവസ്ഥയായിട്ട് അമ്മമ്മേലെ നോക്കീനി. എന്നിട്ടെങ്കിലും ഈ മറ്റുള്ളവർക്കും അത് എൻ്റെ പേരിൽ എഴുതി തരണം എന്നുള്ള ചിന്ത ഉണ്ടായിട്ടില്ല. അമ്മമ്മേരെ മനസ്സാണെങ്കിൽ മോനെ എഴുതി തരണം എന്നുള്ള ചിന്ത ഉണ്ടാവൂലേ? അത് പറഞ്ഞിട്ടെന്നാ കാര്യം മോനെ. അങ്ങനെയല്ല. എന്നാ പിന്നെ നമുക്ക് പോവാ അല്ലേ? എന്നാ പിന്നെ